സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു നഷ്ടക്കച്ചവടമാണ്. ഇങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്നതാണ് പലരും. ഒരിക്കലുമല്ല. കാരണം ഇതിൽ പങ്കെടുക്കുന്ന ഭൂരിഭാഗം ആളുകളുടെയും പൈസ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യമാവും നമ്മൾ കേട്ടിട്ടുണ്ടാവും. നെഗറ്റീവ് സ്പ്രെഡ് മച്ച് ഫാസ്റ്റർ. പോസിറ്റീവ് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഈ പണം നഷ്ടപ്പെട്ട ആളുകളുടെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പലപ്പോഴും പരിചയത്തിലുള്ള ആളുകളുടെ വാക്ക് കേട്ടുകൊണ്ടാണ് ഇന്നും ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വാങ്ങിയ ഷെയർസ് ഫണ്ടമെന്റലി സ്ട്രോങ് ആണോ എന്ന് പോലും ചെക്ക് ചെയ്തിട്ടുണ്ടാകും. സപ്പോസ് നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും വന്നിട്ട് ഒരു ബിസിനസ് ഐഡിയ സജസ്റ്റ് ചെയ്യുന്നു. ആ ബിസിനസ്സിൽ നിന്ന് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയും. നിങ്ങൾക്ക് യാതൊരുവിധ പരിചയം ഇല്ലാത്തൊരു ഇൻഡസ്ട്രി, ആ ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ഒരു റിസർച്ചും ചെയ്യാതെ ബിസിനസ്സിലേക്ക് ഇറങ്ങും. അതേപോലെ തന്നെ ഇത് സ്റ്റോക്ക് മാർക്കറ്റിലും ബാധകമാണ്. രണ്ടാമത് കോമൺ ആയി കണ്ടുവരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഷെയർസിന്റെ വാല്യൂ കൂടുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാതെ, അതായത് ഷെയർസ് വിറ്റ് ക്യാഷ് ആക്കാതെ ഹോൾഡ് ചെയ്ത് വെക്കും. ഇനിയും കുറച്ചുകൂടി കൂടിയാലോ അപ്പോ ഷെയർസിന്റെ ലാഭം കുറച്ചുകൂടി കൂടുമല്ലോ എന്ന് വിചാരിക്കും. അതേപോലെ തന്നെ ഷെയർസിന്റെ വാല്യൂ കുറയുമ്പോഴും നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. വന്ന നഷ്ടം സഹിക്കാതെ പിന്നെ എപ്പോഴെങ്കിലും വാല്യൂ കൂടും എന്ന് കരുതി ഹോൾഡ് ചെയ്ത് വെക്കും. ഒരു സ്റ്റോക്കിന് ഒരു എൻട്രി പോയിന്റും ഒരു എക്സിറ്റ് പോയിന്റും ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഒരു സ്റ്റോപ്പ് ലോസും ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. സ്റ്റോപ്പ് ലോസ് എന്ന് വെച്ചാൽ എനിക്ക് ഇത്ര വരെ ഷെയറിന്റെ വാല്യൂ താഴെ പോയാൽ സഹിക്കാം, കുഴപ്പമില്ല. പക്ഷെ അതിലും താഴെ പോയാൽ എനിക്ക് വലിയ നഷ്ടമായിരിക്കും. സോ ദ കൺക്ലൂഷൻ ഈസ് ദാറ്റ് നെവർ മാരി എ ഷെയർ. ഇനി അടുത്തതായി സ്റ്റോക്ക് മാർക്കറ്റ് ആളുകൾക്ക് എന്തുകൊണ്ടാണ് പൈസ നഷ്ടപ്പെടുന്നത് എന്ന് വെച്ചാൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം എന്ന് തെറ്റായ ധാരണ കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടന്നു വരുന്ന ഒരുപാട് ആളുകൾ ഫ്രീ ആയി റെക്കമെൻഡേഷൻ കൊടുക്കുന്ന ഏതെങ്കിലും ചാനൽ പറയുന്നത് കേട്ടിട്ട് യാതൊരുവിധ റിസർച്ചും ചെയ്യാതെ പെന്നി സ്റ്റോക്സിലോ ഇൻവെസ്റ്റ് ചെയ്യും. 1-2 മാസം കഴിയുമ്പോൾ 30-40% ലോസിലായിരിക്കും നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഉണ്ടാവുക. നിങ്ങൾക്ക് റെക്കമെൻഡേഷൻസ് എടുക്കാം, അതിൽ യാതൊരുവിധ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ റെക്കമെൻഡേഷൻസ് എടുക്കുന്നത് സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള റിസർച്ചേഴ്സിന്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ അക്യുമെൻ പോലെയുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സിന്റെ കയ്യിൽ നിന്നും ആയിരിക്കും. റെക്കമെൻഡേഷൻസ് നോക്കിയാലും നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ അന്വേഷണം നടത്തിയിട്ട് മാത്രം സ്റ്റോക്സ് വാങ്ങണം. അടുത്തത് മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ ഇല്ലായ്മയാണ്. അതായത് 1-2 സ്റ്റോക്സിലോ അല്ലെങ്കിൽ 1-2 ഇൻഡസ്ട്രിയിലോ ഫുൾ ഫണ്ട് നിങ്ങൾ നിക്ഷേപിക്കും. ഇപ്പൊ ആ സ്റ്റോക്സിന്റെ വാല്യൂ താഴെ പോയാൽ നിങ്ങളുടെ ഫുൾ പോർട്ട്ഫോളിയോനെ എഫക്ട് ചെയ്യും. പോർട്ട്ഫോളിയോ എപ്പോഴും പല ഇൻഡസ്ട്രിയിലുള്ള പല സ്റ്റോക്സിൽ അല്ലെങ്കിൽ പല സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈഡ് ആയിരിക്കണം. അതായത് നിങ്ങളുടെ ഒരു സ്റ്റോക്ക് നഷ്ടത്തിൽ വന്നാൽ ഓവറോൾ നിങ്ങൾ നഷ്ടത്തിൽ പോകും. സോ ഈ 4 പോയിന്റ്സ് ആണ് നിങ്ങൾ ഷെയർ മാർക്കറ്റിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് ഫണ്ടമെന്റലി ശ്രദ്ധിക്കേണ്ടത്. സോ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണം, പക്ഷെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് അറിയില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് പോർട്ട്ഫോളിയോന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതാണ് നിങ്ങളുടെ കേസ് എങ്കിൽ ജസ്റ്റ് ഗിവ് us a call or messages. We can definitely help you.